എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ്. ഒരു വ്യത്യസ്തമായ ടേസ്റ്റും കൂടിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ഒരു മസാലയിൽ തയ്യാറാക്കിയെടുത്ത കറിവേപ്പില ചിക്കനാണ്. അതിനായിട്ട് ഞാൻ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. എരിവിനനുസരിച്ചുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 15 വറ്റൽമുളക് എടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മല്ലി വേണം, മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, 5 ഗ്രാമ്പൂ, 10 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, വറുത്തെടുക്കണം. അതിനു മുമ്പ് ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കറിവേപ്പിലയാണ്. ഞാനൊരു 20 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ എന്തുമാത്രം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. കറിവേപ്പില ചിക്കൻ ആണല്ലോ, അപ്പം കറിവേപ്പിലയുടെ ഫ്ലേവർ വേണം മുൻപിൽ നിൽക്കാൻ. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ആറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ആ സമയത്തേക്ക് അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. ഇതിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. നെയ്യ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനിയും ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സൈസായിട്ടുള്ള ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 6-7 സവാള ചെറുതായി അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 7 സവാളയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മീഡിയം സൈസായിട്ടുള്ള 7 സവാള. കാരണം ഞാൻ ആ മസാലക്കൂട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു, ഞാൻ ആദ്യമൊക്കെ ഉപ്പിട്ട് വഴറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഉപ്പിടാതെയാണ് സവാള വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്ത മസാലയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 3 തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കാം. ഞാൻ ഈ സമയത്താണ് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഉപ്പിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാമെങ്കിലും അത് ഒരു മധുരം തോന്നുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഒഴിവാക്കിയത്. ഇപ്പം കണ്ടോ, തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മസാലയിൽ യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇനിയും ഇത് ചെറുതീയിൽ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ലതായിട്ട് ഗ്രേവി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച മസാലയിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 10-25 കാഷ്യൂനട്ട് നെയ്ക്കകത്ത് വറുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ നെയ്യോട് കൂടെ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നെയ്യ് വേണ്ടെന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ കാഷ്യൂനട്ട് വറുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്ത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റിയാണേ. ഞാൻ ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാണ്. ഗ്രേവിയൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. കറിവേപ്പില ചിക്കൻ ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി രണ്ടാമത് മസാല ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലേവർ ഒരുപാട് വേണ്ടാത്തവർക്ക് കുറച്ച് മാത്രം മസാല ഉപയോഗിക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാമേ. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു കറിവേപ്പില ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.